വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെയിൻ്റൊക്കെ അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവം, അതായത് ഇതുണ്ടോ, ഇത് ഞാൻ നേരത്തെ കുറച്ച് അവിടെ ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഹോം ഡെക്കർ പോലെ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് കുറച്ചൊന്ന് പെയിൻ്റ് അടിച്ചാലോ. അപ്പോൾ ഞാൻ ഇന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം കൊണ്ട് പെയിൻറ്റും ബ്രഷും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്, വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെയിൻ്റ് അടിച്ച് നോക്കാം. അടിക്കാൻ പോകുന്നത് ഈ ഒരു കളറാണ്. ഞാൻ നേരത്തെ ഈ കളർ ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ വേറൊരു കളറാണ്. ശരിക്കും ഇതൊരു എന്താ ഒരു മിൻറ്റ് ഗ്രീൻ കളർ ആയിട്ട് പറയാം. ഈ കളറാണ് ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കളറൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. മസ്റ്റർഡ് യെല്ലോ, സീ ഗ്രീന്, സീ ബ്ലൂ, പിന്നെ ഇതുപോലത്തെ കളറുകളൊക്കെ. അപ്പം ബ്ലൂ അങ്ങനത്തെ കളറൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാനിപ്പം ആ ഒരു കളറാണ് ഞാൻ ഇതിൽ അടിക്കാൻ പോകുന്നത്. ഇത് ചുമ്മാ ഒരു ഇവിടെ ഒരു ചില്ലുണ്ടായിരുന്നു, അതിൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ അത് ഞാനെടുത്ത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ബൾബൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പം എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ യെല്ലോയും നല്ല കടും പച്ചയിൽ ഡാർക്ക് ഗ്രീനും വൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നോട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കളർ കിട്ടുന്നത്. നമുക്കത് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചൊരു കളർ, ഇതിപ്പോൾ ക്യാമറയിൽ കാണുന്നത് ഇവിടെ അടിക്കുന്നത് ഇവിടെ ഒറിജിനൽ ഉള്ളതെന്ന് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഏകദേശം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കളർ വന്നിട്ടുണ്ട്. കാരണം ഈ എൻ്റെ ആ റൂമിൻ്റെ അകത്തെ വാളിന് ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്, ഒരു കളർ. അപ്പോൾ നമുക്ക് ഇനി അടിച്ച് നോക്കാം. എനിക്ക് വലിയ കാര്യമായിട്ട് പെയിൻറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല, ഞാൻ ചുമ്മാ അങ്ങോട്ട് അടിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ എന്താ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ അളവളാന്നൊന്നും അടിക്കുന്നേ ഉള്ളൂ. നമുക്കിനി ഇത് മാക്സിമം അടിച്ച് നോക്കാം. ഇത് ഞാനൊന്ന് അടിച്ചു കഴിഞ്ഞു. വലിയ പെർഫെക്ഷനായിട്ടൊന്നും അടിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഞാൻ അടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുണ്ടെങ്കിൽ കേട്ട് ഇവിടെ ഇച്ചിരി ഡിസൈൻ വല്ലതും വരയ്ക്കണോ എന്നാണ് ആലോചിക്കണം. ഇനി അതിന് ഇത് ഉണങ്ങട്ടെ. ഇതിനകത്തോടെ ജസ്റ്റ് ഒരു വൈറ്റും കൂടി ഇങ്ങനെ ഒന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചു, ഒരു പ്രത്യേക എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കൊടുക്കാം. കണ്ടോ, ആ വൈറ്റും കൂടി ഇടയ്ക്ക് വരുമ്പോൾ ശരിക്കും ഈ ക്യാമറയ്ക്കകത്ത് വേറൊരു രീതിയിലാണ് കാണുന്നത്. എന്നാലും നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയുണ്ട്. അതുപോലെ തന്നെ എവിടെയും ജസ്റ്റ് ഒന്ന് കൊടുത്തു. എനിക്കിതും ഇഷ്ടപ്പെട്ടത് അതൊരു പ്രത്യേക രീതിയുണ്ട്. അതുപോലെ ഇവിടേക്ക് ഒന്ന് കൊടുക്കാം. അത് ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വെള്ളയും കൂടെ വന്നത് ഒരു പ്രത്യേക എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രം ഒന്ന് ഫ്രണ്ടിൽ ഇവിടെ മാത്രം ഒന്ന് ചെറിയ വല്ല ഡിസൈനും കൊടുത്താലോ ഒന്ന്. അപ്പോൾ ഞാനൊരു ചെറിയൊരു വല്ല ഡിസൈനൊന്ന് കൊടുക്കാം. കുറച്ച് പൂക്കളെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ബ്രാഞ്ച് ചെറിയായിട്ടൊന്ന് ബ്രൗൺ വെച്ച് വരച്ച് കൊടുക്കാം. ഇതൊരു ചെറിയ ബ്രഷാണ്. ഇപ്പം ഞാനിവിടെ ബ്രാഞ്ച് വരച്ചു. വലിയ ഭംഗിയൊന്നുമില്ല, എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നേ ഉള്ളൂ. ഇതിനേക്കാൾ നല്ല ഇതൊന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറച്ച് കുഞ്ഞു പൂക്കളും കൂടെ വരയ്ക്കാൻ പോവാം. അതിൽ പൂ വരയ്ക്കാനായിട്ട് ഞാൻ ഈ കളറാണ് എടുക്കുന്നത്. കുറച്ച് പൂക്കൾ വരച്ച് നോക്കാം. ഇതുപോലെ ഞാനിങ്ങനെ വെറുതെ മുട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. വലിയ പെർഫെക്ഷനൊന്നും ആയിട്ടല്ല.
ഇതിൻ്റെ കുറച്ച് ഇടയ്ക്കൊന്ന് വൈറ്റ് കൂടെ കൊടുക്കാനൊരു ഐഡിയ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ അത് എനിക്ക് ഇടയ്ക്ക് കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്യുവാണ്, നല്ലൊരു ഭംഗി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ കൊടുത്താൽ മതി. ഓക്കെ, ഇത് നോക്കി ഞാനിപ്പം വൈറ്റും കൂടെ കൊടുത്ത് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കൂടെ ഒരു സംഭവം ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്യാൻ നോക്കുന്നുള്ളൂ. ഇനി ഞാൻ കുറച്ച് കുപ്പിയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇത് ഞാനിവിടെ അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ഞാനിവിടെ അടിയിൽ അതുപോലത്തെ സെയിം സാധനം ഒന്നും വെച്ചു, പക്ഷേ ഞാനത് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതോടെ പെയിൻറ്റ് ചെയ്ത് തന്നെ കുറച്ചുകൂടെ ഭംഗിയാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബ്രൗണൊക്കെ ആക്കട്ടെ. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത് കുറച്ച് കുപ്പിയുടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്താണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഇവിടെ ഈ ഇലുമിനേഷൻ ബൾബൊക്കെയാണ് അത് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഈ കുപ്പിയെല്ലാം കൂടി ഇതിൻ്റെ ഗ്യാപ്പിൽ വെച്ച് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിപ്പോൾ പൊക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതെടുക്കാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസ് ഇവിടുന്ന് പോകുന്നതായതുകൊണ്ടാണ്. ഇതെടുക്കാൻ നമുക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് ഇവിടെ തന്നെ ഉണ്ട്, അതിനൊരു കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് അയൺ ചെയ്തിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ബൾബെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നു. ഇതൊക്കെ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പം നേരത്തെ കള്ളു. പക്ഷെ ഇത് ഇപ്പം വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഭംഗി കാണത്തില്ല, എന്നാലും രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയാണ്. അപ്പം നമുക്ക് രാത്രി നോക്കാം. കണ്ട് ഇപ്പം നല്ല ഭംഗിയില്ലേ, ഇപ്പം ഇരുട്ടത്താകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഭംഗി കിട്ടും. അതെല്ലാം കൂടെ കാണാം അല്ലേ, പക്ഷെ നമ്മൾ ഡ്രോയിങ് പറ്റിയിട്ട് കാണത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.